ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വെണ്ടക്കക്കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വരുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ വെണ്ടക്കറിക്ക് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാത്തതല്ല എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ വെണ്ടക്കൊക്കെ റെഡിയാക്കിയതിൻ്റെ ശേഷം തോന്നിയത് ഞാനൊരു വീഡിയോ എടുക്കട്ടെ എന്ന്. അപ്പം പിന്നെ വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ പിന്നെ ഒരു 6-7 വെണ്ടക്ക ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു കഷ്ണം ഉള്ളി ഇട്ടുങ്ങാണ്ട് ഞാൻ ആദ്യം വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ കൊഴുപ്പും കാര്യങ്ങളൊക്കെ പോകും. അപ്പോഴാണ് ഒരു ടേസ്റ്റാണ് ഇട്ടത്. അപ്പോൾ അങ്ങനെ അത് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിലേക്കുള്ള ആവശ്യത്തിന് ഞാൻ തക്കാളി, പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അത് വെണ്ടക്ക വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് ഇതൊക്കെ ഇടുകയാണ്. തക്കാളിയും പച്ചമുളകും ഇതൊക്കെ വെളുത്തുള്ളിയും എടുത്തുകൊണ്ട് കേട്ടോ. ഞാൻ അതിട്ട് അത് നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ട് അതൊന്ന് വഴന്ന് വരാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് പിന്നെ ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കുകയാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ആട്ടോ ഞാൻ ചേർത്തത്. വല്ലാതെ എരിവ് വേണ്ട, എരിവില്ലാത്തൊരു കറിയാണിത്. പിന്നെ അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. അങ്ങനെ അത് നല്ലോണം ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമുളക് മറോളൊക്കെ ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓവർ വെള്ളം വേണ്ട കേട്ടോ. അപ്പോൾ കുറുകി ഇങ്ങനെ നിൽക്കുന്ന ഒരു കറിയാണിത്, നല്ല ടേസ്റ്റാണ്. അപ്പം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓരോ നിമിഷം കൊടുത്താൽ ഞാൻ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. നിങ്ങളെ ലൈക്കും കമൻറ്റൊക്കെ നിങ്ങൾ ചെയ്യണം. വ്യൂസ് വളരെ ഇപ്പോൾ കുറവാണ്. അപ്പോൾ അതിനുള്ള ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചാണ് ഞാൻ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അടച്ച് വെച്ചിട്ട് ഇനി അതൊന്ന് നല്ലോണം വരട്ടെ. അപ്പോഴേക്കും ഞാൻ ആ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, അതൊന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ച്. തേങ്ങ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും ഒരു കുറച്ച് 1/4 ടീസ്പൂണ് ചെറിയ ജീരകവും ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ജീരകവും ഒക്കെ ചേർത്തുങ്ങാണ്ട് നല്ലോണം ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് പിന്നെ 2 സ്പൂണ് തൈരും കൂടി ഒഴിക്കുന്നുണ്ട്. തൈരാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു രസം, ഒരു ടേസ്റ്റ്. അത് 2 സ്പൂണ് തൈര് വെച്ചാൽ ഒരു നേരിയ പുളിയിൽ ഈ വെണ്ടക്കക്കറി നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടി. പിന്നെ ഉണ്ടായിട്ട് നിങ്ങൾ കമൻറ്റ് അറിയിക്കിട്ടോ. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിലും ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഒക്കെ പിന്നെ അത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തിളച്ച് പാകമായി വന്നിട്ടുണ്ട്. പിന്നെ വെണ്ടക്ക വഴന്ന് വന്നതുകൊണ്ട് തന്നെ വേവാനൊന്നും അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒന്ന് തിളച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോഴേക്ക് ആ അരപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ചേർത്ത് അതിലേക്കും ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചുങ്ങാണ്ട് ഒന്ന് തള വരുമ്പം തന്നെ ഇറക്കി വെക്കണം. നമ്മൾ തൈര് ഒഴിച്ചതല്ലേ, ഓവർ തിളക്കൊന്നും വേണ്ട. ഒന്ന് തള വന്നാൽ നമുക്കിത് ഇറക്കി വെച്ചിട്ട് പിന്നെ ഒന്ന് വറവിട്ടെടുക്കാം. അപ്പോൾ അത് ഇറക്കിയിട്ട് ഞാൻ വറവിടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിലും ഇട്ടാണ്ട് ഒന്ന് വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ കുറുകിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. നല്ല രസമാണ്. ഈ കുറുവ അരി ചോറൊക്കെ ഈ കറി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഒന്ന് അഭിപ്രായം അറിയിക്കുക. അങ്ങനെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാതിരുന്നതാ. പിന്നെ വെണ്ടക്ക കറിയൊക്കെ വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.